എവിടെ വരുന്നത്? വെരി ഫ്രം പാലക്കാട്. ഓക്കെ. സോ നമ്മൾ വി ആർ ഗോണ പ്ലേ എ സിമ്പിൾ ഗെയിം. ഒരു സിമ്പിൾ ഗെയിമാണ്. ഗെയിമിന്റെ പേര് ഏത് കയ്യിൽ കൊക്കോക്ക. See, I will give you this ഒരു കോയിൻ തരാം. സാർ ചെയ്യേണ്ടത് ടേക്ക് ദ കോയിൻ ആൻഡ് ഗോ ബിഹൈൻഡ് യുവർ ബാക്ക്. അതിൽ ഏതെങ്കിലും ഒരു കയ്യിൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്റെ ജോലി, മൈ ജോബ് ഈസ് ടു ഫൈൻഡ് ഔട്ട് വേർ ദ കോയിൻ ഈസ്. സി, ഇത് ഞാനിത് സില്ലി ഗെയിം എന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് എ സില്ലി ഗെയിം ബിക്കോസ് ഈതർ ലെഫ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ബീയിങ് മലയാളി പോക്കറ്റിലിട്ടിട്ട് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കാണിക്കരുത്, അലമ്പരുത്. ഇറ്റ് ഷുഡ് ബി ഇൻ വൺ ഓഫ് യുവർ ഹാൻഡ്. ഈ കോയിൻ ഒന്ന് പിടിച്ചോ, ഒന്ന് ലീൻ ചെയ്തിരുന്നു, സോ ദാറ്റ് ബാക്കിൽ കുറച്ച് സ്പേസ് ഇട്ടാൽ മാത്രം. ഓക്കെ, മിക്സ്. അതും ചെയ്യരുത്. മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറയാം. നമ്മൾ വി ആർ ഗോണ പ്ലേ ദിസ് ഗെയിം ഫോർ 5 റൗണ്ട്. 5 റൗണ്ടിൽ കളിക്കും. ഈ 5 റൗണ്ടിലും ഐ വിൽ ഷോ യു, ഐ വിൽ ടീച്ച് യു ഹൗ ഹീസ് ഗോണ തിങ്ക്. ഇദ്ദേഹം എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡി ആണെങ്കിൽ മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. വെൻ യു ആർ റെഡി ആവുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാം. 5 റൗണ്ട് കൊണ്ടുവരാം, 2 കൈ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു എ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ഓർ എ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ? റൈറ്റ് ആണ്. സി, കുറച്ചൊന്ന് റൈറ്റ് ആണ് അല്ലേ? ഈ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ വെൻ എവർ ഐ പ്ലേ ദിസ് ഗെയിം ഫസ്റ്റ് റൗണ്ടിൽ കളിക്കുമ്പോൾ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. ബിക്കോസ് ഓഫ് ദിസ് ലെഫ്റ്റ് ബ്രെയിൻ ടെൻഡൻസി, ഫസ്റ്റ് റൗണ്ടിൽ ദേ വിൽ കീപ് ദ തിങ് ഇൻ ദെയർ ലെഫ്റ്റ് ഹാൻഡ്. ഇഫ് യു ആർ എ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ, ലെഫ്റ്റ് കയ്യിലുണ്ടാവും. താങ്ക് യു. പിടിച്ചോ. ഇത് സിമ്പിളാണ്. സെക്കൻഡ് റൗണ്ട് ബാക്കിലേക്ക് കൊണ്ടുപോകും. അത് തന്നെ ചെയ്തോ, മാറ്റിയിട്ട് കൊണ്ടുപോരാം. മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. സെക്കൻഡ് റൗണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റൗണ്ട് കളിച്ചപ്പോൾ എവിടെയായിരുന്നു വരുന്നത്? കോയിൻ വാസ് ഇൻ ഹിസ് ലെഫ്റ്റ് ഹാൻഡ്. അദ്ദേഹം കൈ ബാക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഗോ ബിഹൈൻഡ് യുവർ ബാക്ക്, അത് തന്നെ ചെയ്തോ, എന്നിട്ട് മാറ്റിക്കോ. സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് ഇതെല്ലാം കേൾക്കും. അപ്പോൾ ഇദ്ദേഹം കൈ ബാക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു, ഗോ ബിഹൈൻഡ് യുവർ ബാക്ക്, അത് തന്നെ ചെയ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചോ, എന്നിട്ട് മാറ്റിക്കോ. പിടിച്ചോ. തേർഡ് റൗണ്ട് ബാക്കിലേക്ക് കൊണ്ടുപോകും. മിക്സ് ചെയ്തുകൊണ്ടിരുന്നോ, വെൻ യു ആർ റെഡി കൊണ്ടുപോരെ. സി, ഇപ്പോൾ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ റൈറ്റിലായിരുന്നു, പിന്നെ ലെഫ്റ്റിലേക്ക് വന്നു. പറഞ്ഞത് മാറിപ്പോ. ഫസ്റ്റ് ലെഫ്റ്റിലായിരുന്നു, പിന്നെ റൈറ്റിലേക്ക് പോയി. 85% ഓഫ് ദ ടൈം തേർഡ് റൗണ്ടിൽ ദ ചാൻസസ് ആർ ഇറ്റ് ഷുഡ് ബി ഹിയർ ബിക്കോസ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ പോകാനാണ് സാധ്യത കൂടുതൽ. ബട്ട് സാറ് വരുന്നത് എവിടെന്നാ? പാലക്കാടുകാർക്ക് ഇത് ബാധകമല്ല. പാലക്കാടുകാർ വിൽ ഡു ദ ഓപ്പോസിറ്റ്. അവരെങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്? ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. പിടിച്ചോ. ഫോർത്ത് റൗണ്ട് ബാക്കിലേക്ക് പോക്കും. അടുത്തൊരു ബേസിക് ബോഡി ലാംഗ്വേജ് ആണ്. മിക്സ് ചെയ്തുകൊണ്ടിരുന്നു, റെഡി ആകുമ്പോൾ കൊണ്ടുവരാം. സിമ്പിൾ ബോഡി ലാംഗ്വേജ് ആണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫേസ് ഈ കയ്യിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഹ്യൂമൻ ബീങ്സ് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് പറഞ്ഞു. പിടിച്ചോ. ഫൈനൽ റൗണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നോ. സി, ഇന്റലിജന്റ് പീപ്പിൾ വിൽ കീപ് ദ തിങ് ഇൻ ദർ ലെഫ്റ്റ് ഹാൻഡ്. ബുദ്ധിയുള്ളവർ ലെഫ്റ്റ് കയ്യിൽ വെക്കും കേട്ടോ. There are 3 category of people. 3 കാറ്റഗറി ആൾക്കാരുണ്ട്. ഫസ്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്റലിജന്റ് ആയിട്ടുള്ളവർ എവിടെ വയ്ക്കും? ലെഫ്റ്റിൽ വയ്ക്കും. അവരതെടുത്ത് നേരെ ലെഫ്റ്റിൽ വയ്ക്കും. കാരണം ദീസ് മെനി പീപ്പിൾ ആർ വാച്ചിങ്. ഞാനങ്ങനെ മണ്ടനല്ല. ലെഫ്റ്റിൽ വെക്കും. ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ഉണ്ട്, കുറച്ച് ക്രൂക്കഡാണ്. അവർ തിങ്ക് ചെയ്യുന്നത് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇന്റലിജന്റ് ആയിട്ടുള്ള ലെഫ്റ്റിൽ വെക്കും, സോ വിൽ ഗോ ടു മൈ റൈറ്റ് ഹാൻഡ്. അങ്ങനെയാണെങ്കിൽ പുള്ളി കണ്ടുപിടിക്കില്ല. സെക്കൻഡ് കാറ്റഗറി. തേർഡ് കാറ്റഗറി ഉണ്ട്, പാലക്കാട് സൈഡിലുള്ളവർ എങ്ങനെ അറിയോ? സ്റ്റേറ്റ്മെന്റ് ഈസ് ലെഫ്റ്റിൽ ബുദ്ധിയുള്ളവർ വെക്കും. അത് വേണ്ട, അവൻ കണ്ടുപിടിക്കും, എന്നാൽ റൈറ്റിൽ വെച്ചേക്കാം. ചിലപ്പോൾ അതായിരിക്കും അവന് വേണ്ട, എന്നാൽ പിന്നെ ലെഫ്റ്റിൽ വെച്ചേക്കാം. അത് വേണ്ട, നല്ല റൈറ്റിൽ വെച്ചേക്കാം. കാരണം കഴിഞ്ഞ രാത്രി 2 റൗണ്ടിൽ ഞാൻ റൈറ്റിലാണ് വെച്ചത്. സോ അവിടെ തന്നെ ഇരിക്കുന്നതാണ് എൻ്റെ കംഫർട്ട് സോൺ. അവിടെ വെച്ച് അവൻ കണ്ടുപിടിക്കില്ല. തുറക്ക്. ഒരു കൈയടി കൊടുത്ത് ഗീവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നന്നായിട്ട് കളിച്ചോളൂ. താങ്ക് യു സോ മച്ച്. പോയിരുന്നു. പാലക്കാടൊക്കെ ഭയങ്കര എളുപ്പമാണ്. തിരുവനന്തപുരം സൈഡിലേക്ക് പോകുമ്പോഴാണ് പാട്.